സാധാരണ നമുക്കിപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിളിച്ചിട്ട് നന്നായി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. എക്കോനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു 25 മിനിറ്റ് സംസാരിക്കും വിളിക്കുന്നവർ. അതായത് ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് വേറെ വേറെ കഥകളാണ് മനസ്സിലാവുന്നത്. നമ്മളതിൽ പറയാതെ പോയിട്ടുള്ളത് ഓരോരുത്തർക്കും വേറെ വേറെ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവനവൻ്റെ കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത്. അതിൽ കാണാത്തത് അതല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഓരോ വരികളും ഓരോരുത്തരുടെയും ഇമാജിനേഷൻ വേറെയാണ്. അപ്പോൾ അതുപോലെ എക്കോയ്ക്ക് എന്തൊരു പ്രത്യേകത ഉണ്ടെന്നാണ് മനസ്സിലാവണത്. പലതും പല ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന അവരെല്ലാവരും കൂടി ഒരു കോൺഫറൻസ് കോൾ ഇട്ടേക്കാണ്. ഒരു 5 പേര് കൂടിയിട്ട് അവരൊരു 20 മിനിറ്റ് സംസാരിച്ചു. കുറേ സംശയങ്ങളുണ്ട്. ഈ മണികണ്ഠൻ എന്ന് പറയുന്നത് ആരാണ്, മ്ലാത്തിച്ചടത്തിയുടെ ഹിസ്റ്ററി എന്താണ്, അങ്ങനെ എല്ലാവർക്കും സംസാരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ കരിയറിൽ സംഭവിച്ച സിനിമകളിലൊന്നും ഇങ്ങനെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഇതുപോലെ കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ ആൾക്കാർ അത്രയും ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമാണ്. ഇപ്പോൾ എക്കോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ലൈക്ക് ഒരു എൻഡിങ്, കറക്റ്റ് ഒരു എൻഡിങ് അല്ലല്ലോ എക്കോയ്ക്ക് കൊടുക്കുന്നത്. നമുക്ക് ഇമാജിനേഷൻ ചെയ്യാൻ വിട്ടു തരുന്ന ഒരു എൻഡിങ് ആണ് തരുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആൾക്കാരുടെ ഇടയിൽ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊരു ഡൗട്ട് തോന്നിയായിരുന്നോ? ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു ഉറപ്പായിട്ടും. അതായത് അപ്പോൾ നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് ഷുവർ ഹിറ്റ് എന്നോ അല്ലെങ്കിൽ ഷുവർ ഫ്ലോപ്പ് എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ ഷോ കഴിയുന്നവരെ, അതല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഷോ കഴിയുമ്പോഴും ഇപ്പോൾ കൃഷിന്താണ്ടൊക്കെ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ പടം നല്ലതാണ് പക്ഷേ ആൾ കയറുമെന്ന് ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ഷോ കഴിയുന്നത് വരെ അങ്ങനെ ടെൻഷനുണ്ട് ഉറപ്പായിട്ടും. പിന്നെ ചിലതൊക്കെ പറയണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ക്ലൈമാക്സൊക്കെ ഒരു ഓപ്പൺ എൻഡിങ് പരിപാടി മതി, മറ്റേതൊക്കെ ട്രൈ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ എയിലൊക്കെ കാണുന്ന ഒരു വിഷ്വൽ എൻഡിങ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ചിലതൊക്കെ നമ്മൾ ഗ്രാഫിക്സിൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവസാനം പിന്നെ പറഞ്ഞാൽ അങ്ങനെ വേണ്ട, ആളുകൾ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എടുക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അത് തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും പല രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ എഡിറ്റിങ്ങിലൊരു ചെറിയ സംഗതി, അതായത് ഇപ്പോൾ അവരവിടെ മ്ലാത്തിച്ചടത്തി അവിടെ പാറയിൽ പോയിരിക്കുന്നു. അതിന് കുറച്ച് ശരിക്കും ഷൂട്ട് ചെയ്തതിൽ കുറച്ച് ലീഡൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇൻസിഡൻസ് എല്ലാം സംഭവിക്കുന്നത് ഇവർ അകത്തു പോയി ബൈനോക്കുലർ അലമാരയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് നടന്നു പോകുന്ന സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എഡിറ്റിങ്ങിൽ ഒഴിവാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് പിയൂസ് വന്ന് അവിടെ മ്ലാത്തിച്ചടത്തി ഇരിക്കുന്നത് കാണുന്നു. പിന്നെ ഇറങ്ങുമ്പോൾ മറ്റേ ഇത് കാണുന്നു, മുളയുടെ അത് കാണുന്നു. അപ്പോൾ അത് കാണുമ്പോൾ കയ്യിലെടുത്തിട്ട് പുള്ളി ആദ്യം വിരലുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും, അല്ല മീൻസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കും, അതിൻ്റെ സ്മെല്ല് ചെയ്ത് നോക്കും. അപ്പോൾ അവർ സ്മെല്ല് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കിക്കൂടെ, ഇത് ആവശ്യമില്ല ആക്ച്വലി. അതായത് ഇത് ഫ്രഷ് ആണോ എന്നറിയല്ലേ വേണ്ടു. അപ്പോൾ അവന് മനസ്സിലാക്കുന്നത് അത് തൊട്ട് മുന്നത്തെ ദിവസം കൊടുത്തതാണ്, അതായത് ആൾ ജീവിച്ചിരിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ്. പക്ഷേ ഈ സ്മെല്ല് ചെയ്യുന്നത് വെച്ചപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ചേക്കുന്നത് അത് പോയ്സൺഡ് ആണ് ആ സാധനം. അതാണ് അവന് മനസ്സിലായത്. അതായത് ഈ സത്യം പുറത്ത് അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഇത് ലാസ്റ്റ് കൊണ്ടുപോയതിൽ പോയ്സൺ ഉണ്ട്. അത് കണ്ടവരുടെ വേർഷൻസ് ആണ് കേട്ടോ. അതുപോലെ ഈ പറഞ്ഞ പോലെ അവസാനം കാണിക്കുന്ന നായ്ക്കളുടെ എണ്ണം കൗണ്ട് ചെയ്തിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത്രയും ഇതിനു മുന്നേ കാണിച്ചിരുന്ന സമയങ്ങളിലൊക്കെ ഇത്ര നായ്ക്കളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത്രയും നായ്ക്കളുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ നിന്ന് മലയിലുണ്ടായിരുന്ന നായ്ക്കൾ തിരിച്ചെത്തിയെന്നാണ്. അങ്ങനെ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്താണ് വാച്ച് ചെയ്ത് അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്.